ഹലോ, ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ ആയിട്ടൊരു ഷോർട്സിൽ നമ്മളിവിടുത്തെ ബീച്ചും കടലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ന് നമുക്ക് ആ ബീച്ചിൻ്റെയും പാർക്കിൻ്റെയൊക്കെ പിന്നെ പോകുന്ന വഴിയിലെ ഓരോരോ നല്ല കാഴ്ചകളും ഒക്കെ കാണാം. ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത് ഞങ്ങളിവിടെ താമസിക്കുന്ന വീടും വിശാലമായിട്ടുള്ള മുറ്റവും അവിടെ നിൽക്കുന്ന രണ്ട് വലിയ തേക്ക് മരവും ഒക്കെയാണ് കേട്ടോ. അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആ തേക്ക് മരമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. പിന്നെ ആ ഫ്രണ്ടിലുള്ള മെയിൻ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ഈ സ്ട്രെയിറ്റ് റോഡ് പോകുന്നതാണ് ബീച്ചിലേക്കുള്ള വഴി കേട്ടോ. പിന്നെ ഈ പറയുമ്പോൾ വളരെ അടുത്താണെങ്കിലും ഇത്തിരി നടക്കാനുണ്ട് കേട്ടോ. ഈ കയറുന്ന റോഡിലൂടെയാണ് വാതി പോകുന്നത്. വാതി എന്ന് പറയുന്നത് മഴ വരുന്ന സമയത്തൊക്കെ റോഡിലും വഴികളിലും ഉണ്ടാകുന്ന വെള്ളം കെട്ടി നിൽക്കാതെ ഒലിച്ചത് കടലിലേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു സംവിധാനമാണ്. നമ്മുടെ നാട്ടിലെ ചാനലും കനാലും ഒക്കെ പോലെ തന്നെയാണ്. മഴ വരുമ്പോൾ വെള്ളം മണ്ണിൽ വലിച്ചെടുക്കാത്ത കാരണം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കും. ഇപ്പോൾ മഴ കുറഞ്ഞു വരുന്നത് കൊണ്ട് വെള്ളമൊന്നും കാണാനില്ല. പിന്നെ എൻ്റെ ഈ വീഡിയോസ് കാണുന്ന ചിലർക്കെങ്കിലും തോന്നാം ഇവളെന്തിനാ അവിടുത്തെ മാത്രം വീഡിയോസ് ഇട്ട് ഇങ്ങനെ വെറുപ്പിക്കുന്നതെന്ന്. ശരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നതിലുപരി ഇതൊക്കെ എൻ്റെ വളരെ വലിയ വിലപ്പെട്ട ഓർമ്മകളാണ് കേട്ടോ. കാരണം ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഉള്ള പല നല്ല നിമിഷങ്ങളും പല നല്ല കാഴ്ചകളൊന്നും എനിക്ക് ഒരിടത്തും കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിലെനിക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളൊരു 1% ആൾക്കാരെങ്കിലും ഉണ്ടാകും. അത് തന്നെ എനിക്ക് കിട്ടുന്ന വലിയ അച്ചീവ്മെൻ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഇടാനുള്ള ഇത്. എപ്പോഴൊക്കെ വീഡിയോസ് എടുക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളൊരു തോട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ. പിന്നെ സമയം ഇപ്പോൾ ഒരു 4:05 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ വന്ന ഒരു റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടും ബീച്ചിലേക്കുള്ള വഴിയാണ്. പക്ഷേ ഒരു സൈഡിലൂടെ മാത്രമാണ് റോഡ് വരുന്നുള്ളൂ. മറ്റേ സൈഡ് ഫുള്ളും വന്നിട്ട് ഈ ഗ്രാസ് ഒക്കെ സെറ്റ് ചെയ്ത് ബീച്ച് വരെ അങ്ങനെ നടക്കാനുള്ള ഫുട്പാത്താണ്. സോ അങ്ങനെ നടന്നു പോകുന്നവരാണ് അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. മിക്കപ്പോഴും അതുവഴിയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ആദ്യം വിചാരിച്ചത് ഇതിനകത്ത് തന്നെ ചെറിയൊരു പാർക്കുണ്ട്, അവിടെ പോകാമെന്നാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വഴി പോകുന്നത്. ഇനി ബീച്ച് എത്തുന്നവരെ ഇവിടെ ഫുള്ളും വില്ലാസാണ്. അതായത് റൗണ്ട് ചെയ്ത് കിടക്കുന്ന വലിയൊരു റെസിഡൻസ് ഏരിയ ആണിത് കേട്ടോ. റോഡിനോട് ചേർന്ന് മതിലിന് മുമ്പിലായിട്ടായിരിക്കും ഇവർ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മിക്ക വീടുകളുടെ മുമ്പിൽ വലിയ മരങ്ങളൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതും പറ്റാത്ത സ്ഥലമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗാർഡൻ എങ്കിലും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. വളരെ കാമായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതൊരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് അല്ലാത്തത് കൊണ്ട് നല്ല അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. നമ്മളിതൊക്കെ ആസ്വദിക്കുന്നതിലോ ഫോട്ടോസൊക്കെ എടുക്കുന്നതിലോ ഒന്നും ഇവർക്കൊരു ഇഷ്യൂസൊന്നുമില്ല. പക്ഷേ ഒന്നും നശിപ്പിക്കരുത്. പൂവിനെയൊക്കെ പറിച്ച് നാശമാക്കുന്നതൊക്കെ കണ്ടാൽ നല്ല ദേഷ്യപ്പെടും. ഈ ഏരിയയിൽ മിക്ക വീടുകളിലും മാവാണ് കേട്ടോ നിൽക്കുന്നത്. എല്ലാത്തിലും നിറച്ച് മാങ്ങയും നിൽക്കുന്നുണ്ട്. ഇവിടെയുള്ളവരൊക്കെ ഇതൊന്നും പറിച്ചെടുക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാത്തിലും നിറയെ മാങ്ങ നിൽക്കുന്നുണ്ട്. പിന്നെ പോകുന്ന വഴിയിൽ നിറയെ പ്രാവുകളൊക്കെ ആഹാരം അങ്ങനെ കൊത്തിപ്പറക്കി നടക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഈ സ്ട്രീറ്റിൻ്റെ എവിടെയോ എത്തി നിൽക്കുവാണ്. ഫുൾ വീടുകളായതുകൊണ്ട് ഇതിനകത്ത് ആ പാർക്ക് കണ്ടുപിടിക്കുക ഇത്തിരി പാടാണ്. അങ്ങനെ പോകുന്ന വഴിയിലാണ് ഇവിടെ ഒരു വെറൈറ്റി വീട് കണ്ടത് കേട്ടോ. മറ്റു കെട്ടിടങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കാണാൻ നല്ല വ്യത്യസ്തമാണ്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഡ്രാക്കുള ഫിലിമാണ് ഓർമ്മ വന്നത് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ മാവിൽ നിറയെ മാങ്ങ നിൽക്കുന്നത്. അത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒട്ടുമിക്ക വീടുകളിലും ഡ്രാഗൺ വില്ല ഉണ്ടെന്ന്. അതുപോലെ തന്നെയാണ് മിക്ക വീടുകളിലും ഈ അരളിയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു മലയുടെ ഒരു സൈഡ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ മസ്കറ്റ് എന്ന് എഴുതിയ ഒരു ലൈറ്റ് കുറച്ച് നാൾ മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെ ഓരോ വീടും നോക്കി നടക്കുമ്പോഴാണ് ഇവിടെ മാവ് മാത്രമല്ല നല്ല നാരങ്ങ മരങ്ങളും നിൽക്കുന്നുണ്ട്. നാരങ്ങ മരമാണോ നാരങ്ങ ചെടിയാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഒരുപാട് നിറയെ നാരങ്ങ അതിൽ കാച്ചു നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേക ഒരു സംഭവം കണ്ടിട്ടുണ്ട്. ഇത് മറ്റൊരിടത്ത് ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ആദ്യം കരുതിയത് ഇതൊരു പിങ്കിൻ്റെ കുഞ്ഞു പ്രതിമ എന്തോ തൂക്കിയിട്ടിരിക്കുന്നു എന്നാ. പിന്നെ എനിക്ക് തോന്നി ചിലപ്പോൾ പ്രാവ് വന്ന് ഇരിക്കാതിരിക്കാൻ തൂക്കിയിട്ടിരിക്കുന്നതായിരിക്കുമെന്ന്. സത്യമാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ തോന്നൽ മാത്രമായിരിക്കാം ചിലപ്പോൾ അത്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ആ ചെറിയൊരു പാർക്ക്. ശരിക്കും ഇങ്ങനൊരു പാർക്ക് ഇവിടെ ഉണ്ടെന്ന് പുറത്തുള്ളവർക്കാർക്കും പെട്ടെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ ഇത്രയും വീടുകളുടെ നടുവിലാണ് ഇങ്ങനൊരു സ്പേസ് വരുന്നത്. ഇവിടുത്തെ കാര്യം പറയുവാണെങ്കിൽ ഇവിടെയും കുറച്ച് മരങ്ങളും ഗ്രാസും ഒക്കെ ഇട്ട് നല്ലൊരു സ്പേസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചെറിയ പാർക്കെന്ന് പറയുന്നുണ്ടെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് 2-3 കുട്ടികൾക്കുള്ള റൈഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ.
കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്നെങ്കിലും അല്ലുവിന് അങ്ങനെ കളിക്കാനൊന്നും കിട്ടിയില്ല. കുറച്ചല്ലേ ഉള്ളൂ. ഉള്ളതിലൊക്കെ ആണെങ്കിലും കുട്ടികളും അവരെ നോക്കുന്ന ആളുകളും ഒക്കെയാണ്. അങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി നടക്കുവാണല്ലോ. എന്തെങ്കിലും ഒരു സ്പേസ് കിട്ടാ അങ്ങനെ ഇരുന്നപ്പോൾ ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. അതിലങ്ങ് ആടി തിമിർക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. കുട്ടികൾക്ക് തന്നെ തനിയെ ആടാവുന്നതേ ഉള്ളൂ. പിന്നെ അല്ലുവിന് എപ്പോഴും ഇങ്ങനെ ഒരു ഹെൽപ്പ് വേണം. ഒന്നാട്ടി താമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പാർക്കിൽ പോയാലും പുറകെ ഇങ്ങനെ നടക്കും. കൊണ്ടുപോകുന്നത് തന്നെ വലിയൊരു മെനക്കേടാണ്. പിന്നെ കൂടെ നിൽക്കുന്നതും കൂടെ ആകുമ്പോൾ നന്നാവും. വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലുവിന് ഇവിടെ അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ വലിയ ബീച്ച് പാർക്കിലോട്ട് പോകണമെന്നും പറഞ്ഞാണ് അടുത്ത ചാട്ടം. നടന്ന് ഞങ്ങളൊരു പരുവായതുകൊണ്ട് വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. പിന്നെ എന്തായാലും ഇന്ന് അങ്ങോട്ടൊന്ന് പോകാമെന്നങ്ങ് ഉറപ്പിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്ന പാർക്കിൽ നിന്ന് അധികം ദൂരം ഇല്ല ബീച്ച് പാർക്കിലോട്ട് എത്താനായിട്ട്. വീട്ടിൽ നിന്ന് ത്രൂ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇത്രയും നടക്കാനില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് ചുറ്റിക്കറങ്ങി വന്നതുകൊണ്ട് ചെറുതായിട്ട് ക്ഷീണിച്ചു. പിന്നെ കുറേ കാഴ്ചകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾക്കിതൊക്കെ കാണിച്ചു തരാനും ഒക്കെ പറ്റിയല്ലോ. അതുമാത്രമല്ല പിന്നീട് ഇതൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ ബീച്ച് പാർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി വേറൊരു പാർട്ടിലൂടെ കാണാവേ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.